നമസ്കാരം. ജെ ഡി നമുക്ക് വലിയ താല്പര്യമില്ലാത്തൊരു ഐറ്റം, പക്ഷെ നിങ്ങളിൽ പലർക്കും വളരെ ഇഷ്ടമുള്ളൊരു ഐറ്റം. കഴിഞ്ഞ ദിവസം ഒരു റീൽസിനകത്ത് ഇവരുടെ പ്രോഡക്ട്സിന്റെ ഒരു ലിസ്റ്റ് ഞാൻ കണ്ടു. അന്നേരമാണ് ഒരു കാര്യം മനസ്സിലായത്. ഒട്ടും താല്പര്യമില്ലാത്ത ഞാനും വളരെ ഇഷ്ടമുള്ള നിങ്ങളും ഒന്നോ രണ്ടോ ഐറ്റം മാത്രം കഴിച്ചിട്ടാണ് ഇതിനെ ബ്ലൈൻഡ് ആയിട്ട് ജഡ്ജ് ചെയ്തേക്കുന്നത്. ജാക്ക് ഡാനിയൽസ് ഒരു വലിയ കടലാണ്. ഇവർക്ക് ഇതൊന്നുമല്ല, ഒരുപാട് കിടിലൻ ഐറ്റംസ് ഉണ്ട്. അതൊന്നും പോരാഞ്ഞിട്ട് ഡ്യൂട്ടി ഫ്രീയിൽ മാത്രം വിൽക്കുന്ന ട്രാവൽ സ്പെഷ്യൽ കിടിലൻ ഐറ്റംസ് വേറെ ഉണ്ട്. എൻ്റെ അടുത്ത പ്രോജക്റ്റ് അതാണ്, ഒരു ജെഡിയുടെ കളക്ഷൻ. എനിക്ക് ഈ ഫ്ലേവേർഡ് ബിസ്ക്കറ്റ് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഹണി, നമ്മുടെ സിനമന്റെ ടേസ്റ്റ് ഉള്ള ഫയർ, ആപ്പിള് ഇതൊന്നും നമ്മൾ തൊടാൻ പോലും ഉദ്ദേശിച്ചിട്ടില്ല. 1860 ജാക്ക് ഡാനിയൽസ് പറഞ്ഞ ആളാണ് ഈ കമ്പനി തുടങ്ങിയത്. പുള്ളിയെ ഈ ലിങ്കൻ കൗണ്ടി പ്രോസസ് എന്ന് പറഞ്ഞുള്ള ഒരു ഫിൽട്രേഷൻ വെച്ചുള്ള ഡിസ്റ്റിലേഷൻ പഠിപ്പിച്ചത് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ആയിട്ടുള്ള നേതൻ നിയറസ്റ്റ് ഗ്രീൻ എന്ന് പറഞ്ഞ ആളാണ്. 1866 ഇതായിരുന്നു അമേരിക്കയിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത ഡിസ്റ്റിലറി. ഈ ജെഡി ഒരു ബർബൻ ആണെന്ന് ചോദിച്ചാൽ അതെ, ബർബന് വേണ്ട എല്ലാ കണ്ടീഷനും പാലിച്ച്, അതുകൂടാതെ ടെനസി വിസ്കി എന്ന് വിളിക്കാൻ വേണ്ടി വേറെ കുറെ ക്രൈറ്റീരിയ ഉണ്ട്, അതെല്ലാം പാലിച്ചിട്ടുള്ള ഒരു എക്സ്ട്രാ സ്പെഷ്യൽ ബർബൻ. അതുകൊണ്ട് തന്നെ ഇവരുടെ കുപ്പിയിൽ എവിടെയും ബർബൻ എഴുതിയിട്ടുണ്ടാകത്തില്ല, ടെനസി വിസ്കി എന്ന് മാത്രമായിരിക്കും. ഇവന്മാരെ എല്ലാം നമുക്കൊന്ന് കളക്ട് ചെയ്യണം ആദ്യം. അത് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യം നമ്മുടെ കറുത്ത മുത്ത് ജെഡി ബ്ലാക്ക് എന്ന് വിളിക്കുന്ന ഓൾഡ് നമ്പർ 7, ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റുപോണ വിസ്കികളിൽ ഒന്ന്. അതിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തത് വരാം. അതുവരെ cheers.